കാലിലെ വിള്ളലെല്ലാം മാറി നല്ല ബേബി സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നും അതുപോലെ തന്നെ കാല് നല്ല ബ്രൈറ്റ് ആവാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സ്ക്രബ് ആൻഡ് പാക്കാണ് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷൈന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫേസ് ഭയങ്കര ശ്രദ്ധിക്കുന്നവരാണ്, എന്നാൽ കാലുകൾക്കൊന്നും അത്രയും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല അല്ലേ. മിക്ക ലേഡീസിൻ്റെയും കാല് കണ്ടറിയാൻ പറ്റും, കാല് ഭയങ്കര വെണ്ട് കീറിയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിരിക്കും. കാലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ടാനും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ പ്രോപ്പറായിട്ട് പെഡിക്യൂർ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് നോക്കുന്നവരുണ്ട്. പക്ഷേ എല്ലാവർക്കും അതുപോലെ സലൂണിലൊക്കെ പോയി പെഡിക്യൂറൊക്കെ എടുത്ത് നമുക്ക് അത്രയും സമയവും അതുപോലെ തന്നെ അത്രയും പൈസയും സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നുണ്ടല്ലോ, അടിപൊളി റിസൾട്ടായിരിക്കും കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും തന്നെ ചെയ്ത് നോക്കണം. ഫേസ് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കൈകാലുകൾ എല്ലാം തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം കാരണം എന്താ വെച്ചാൽ, ഒന്നാമത് നമുക്ക് ഒരുപാട് പൈസ വേണം എന്നുള്ളത് കൊണ്ട് പോയില്ല, അല്ലെങ്കിൽ പാർലറിൽ പോയി ചെയ്യുക എന്ന് പറയുന്നത് വലിയ തെറ്റായിട്ട് കാണുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റുക, ഇതെല്ലാം തന്നെ നമ്മൾ കെയർ ചെയ്യുക അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ചെയ്യണം. അങ്ങനെ എന്താ പറയുക, നമ്മൾ ശരീരവും നമുക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സമയം മാറ്റി വെക്കണം, പൈസ ഇതൊക്കെ മാറ്റി വെച്ചേ പറ്റൂ. നമ്മൾ ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടും ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ എക്സ്പെൻസ് ഒക്കെ ചെയ്യുന്നവരാണ്. പക്ഷെ നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുമ്പോൾ ഒരു 100 വട്ടം ആലോചിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് വേണ്ടി ജീവിക്കാതെ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത്, അതും കൂടി സ്വയം മനസ്സിലാക്കുക. അപ്പോൾ പ്രത്യേകിച്ച് ലേഡീസ് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കാൻ ഇച്ചിരി മടിയുള്ള ആൾക്കാരാണ്. നമ്മളെപ്പോഴും ഓർക്കേണ്ടത്, നമ്മൾ ഈ ലോകത്ത്, ഞാൻ എല്ലാ വീഡിയോസിലും കുറേയൊക്കെ പറയാറുണ്ട്, ആരും ഇവിടെ 500-1000 വർഷം ജീവിക്കാൻ പോകുന്നവരൊന്നും അല്ല. വളരെ കുറച്ച് സമയം നമ്മൾ ഈ ലോകത്ത് സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഉള്ള സമയത്ത് നമുക്കും കൂടെ നമ്മളെയും കൂടെ ശ്രദ്ധിച്ചുകൊണ്ട്, നമ്മളെയും കൂടെ കെയർ ചെയ്തുകൊണ്ട്, നമ്മളുടെ സൗന്ദര്യമൊക്കെ നമ്മൾ സംരക്ഷിക്കുക മീൻസ് നമ്മളെ കാണുമ്പോൾ എനിക്ക് ഓക്കെ, ഞാൻ ഓക്കെ ആണ് എന്നുള്ളൊരു പോസിറ്റീവ് ഫീൽ നമ്മുടെ ഉള്ളിൽ വരണമല്ലേ. ആ ഒരു എന്താ പറയുക, ആ ഒരു കോൺഫിഡൻസ് വല്ലാത്തതായിരിക്കും. നമ്മളെ കാണുമ്പോൾ തന്നെ ഞാൻ ബെറ്ററാണ്, ഞാൻ ഓക്കെ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് എന്ത് ചെയ്യാനും നമുക്ക് പറ്റും എന്നുള്ളൊരു ധൈര്യം നമുക്ക് വരും. അപ്പോൾ അതെപ്പോഴും മനസ്സിലാക്കണം. അതിനെപ്പോഴും നമ്മളെ കറക്റ്റായിട്ട് സൂക്ഷിക്കുക, കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മുടെ ഹെൽത്ത് എല്ലാം തന്നെ, നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കണം, അതുപോലെ സൗന്ദര്യം ശ്രദ്ധിക്കണം. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ്. ഇത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തിനും നമ്മൾ പ്രയോറിറ്റി കൊടുക്കാൻ പാടുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് ഒരു സമയം കഴിഞ്ഞാൽ എല്ലാവരും ഗുഡ് ബൈ പറഞ്ഞ് പോകേണ്ട ആൾക്കാരാണ്. അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കും. പക്ഷെ ഇരിക്കുമ്പോൾ നമുക്ക് വേണ്ടത് നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റണം അല്ലേ, നമ്മളെ ഹാപ്പിയാക്കാൻ പറ്റണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. എനിവേ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫുഡ് കെയർ എന്നുള്ളത് പറഞ്ഞുതരാം. അതിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. പൈസ ചിലവാക്കാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു സ്ക്രബും അതൊരു പാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത്. അത് തയ്യാറാക്കി വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മളൊരു ബൗൾ എടുക്കുക. ബൗളിലേക്ക് നമ്മൾ 2 സ്പൂൺ സീ സോൾട്ട്, അതായത് ഉപ്പുണ്ടല്ലോ, സാധാരണ ഉപ്പ് പൊടിയാണെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം, എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ. 2 സ്പൂൺ സോൾട്ട് എടുക്കുക ഒരു ബൗളിലേക്ക്. അതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ 1 സ്പൂൺ എടുക്കുക കേട്ടോ. അതേ ചെറിയ സ്പൂണിന് മതി, ഒത്തിരി വേണ്ട. ബേക്കിംഗ് സോഡ എടുക്കുക. അതിലേക്ക് വിനാഗിരി എടുക്കുക. വിനാഗിരി അതുപോലെ തന്നെ ഒരു കുഞ്ഞ് സ്പൂൺ വിനാഗിരി എടുക്കുക. നമ്മൾ അതിലേക്ക് കുറച്ച് നമ്മളുടെ കോഫി പൗഡർ നമ്മളെല്ലാത്തിലും ടാൻ മാറാനൊക്കെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കോഫി പൗഡർ എടുക്കുക. ഓരോന്നും ആദ്യം നമ്മൾ സോൾട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ, ചെറിയൊരു ബൗൾ. അതിലേക്ക് ബേക്കിംഗ് സോഡ ഇടുക. ഇത് നന്നായിട്ട് ആദ്യം തന്നെ മിക്സ് ചെയ്ത് വരണം. ബേക്കിംഗ് സോഡ കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. ദെൻ അതിലേക്ക് കുറച്ച് വിനാഗിരി ഈ ഒരു ഓർഡറിൽ തന്നെ ചെയ്യുക കേട്ടോ. വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ദെൻ അതിലേക്ക് നമ്മൾ കുറച്ച് നമ്മളുടെ ഷാംപൂ അല്ലെങ്കിൽ ഷവർ ജെൽ, ഇതിൽ ഏതെങ്കിലും ഒന്ന്, ഷാംപൂ ആണ് അല്ലെന്നെങ്കിൽ ഷാംപൂ എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നമ്മൾ ബോഡിക്കൊക്കെ യൂസ് ചെയ്യുന്ന ഷവർ ജെൽ ഉണ്ടല്ലോ, അത് കുറച്ച് ഇതിലേക്ക് കൊടുക്കുക കേട്ടോ. കുറച്ചെന്ന് വെച്ചാൽ ഒരു 1.5 സ്പൂൺ ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. എന്നിട്ട് ഇതും കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ കോഫി പൗഡർ എടുക്കുക. കോഫി പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറയുന്ന ഒരു ഓർഡറിൽ തന്നെ മിക്സ് ചെയ്ത് വരിക കേട്ടോ. കോഫി പൗഡർ എടുക്കുക, അതും കൂടി അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ദെൻ ഗ്ലിസറിൻ എടുക്കുക. ഗ്ലിസറിൻ അതുപോലെ സ്മോൾ ടീസ്പൂൺ, ഒരു ചെറിയ സ്പൂൺ ഗ്ലിസറിനും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഗ്ലിസറിൻ നമ്മൾ സ്കിന്നിനെ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആക്കി വെക്കാനും എല്ലാം തന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. സോ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ അതിലേക്ക് 1 സ്പൂൺ ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക.
ഓക്കെ. അപ്പോൾ കുറേ ഇൻഗ്രീഡിയൻസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നും ഇല്ല. നമ്മളെ കയ്യിൽ കിട്ടാത്തതോ പറ്റാത്തതായിട്ടുള്ളതൊന്നും ഇല്ല. അപ്പം ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു, നല്ലപോലെ മിക്സ് ചെയ്യുന്നു. ഏറ്റവും അവസാനമായിട്ട് പറ്റുമെങ്കിൽ കുറച്ച് ടൂത്ത് പേസ്റ്റ് കൂടെ, അതൊരു ഇതായിട്ട് തോന്നാം, പക്ഷെ അതും കൂടെ ബെറ്റർ ആയിരിക്കും ആഡ് ചെയ്താൽ. ടൂത്ത് പേസ്റ്റ് കുറച്ച് ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഓർഡറിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. വീണ്ടും ഞാൻ പറയുന്നു, ആദ്യം 2 സ്പൂൺ സോൾട്ട് എടുക്കുന്നു. പൗഡർ ആണെങ്കിൽ കല്ലുപ്പ് വേണമെന്നില്ല കേട്ടോ, മറ്റേ പൗഡർ മതിയെ. 2 സ്പൂണ്. അതിലേക്ക് ബേക്കിംഗ് സോഡ എടുത്തു, ബേക്കിംഗ് സോഡ 1 സ്പൂൺ എടുത്തു. ദെൻ അതിലേക്ക് നമ്മൾ വിനാഗിരി കൊടുത്തു, നന്നായിട്ട് മിക്സ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിനാഗിരി കഴിഞ്ഞിട്ട് അടുത്തത് ഷവർ ജെൽ ഓർ ഷാമ്പു ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അതിലേക്ക് ശേഷം നമ്മൾ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. കോഫി പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം വീണ്ടും നമ്മൾ എടുത്തിരിക്കുന്നത് ഗ്ലിസറിൻ ആണ് 1 സ്പൂൺ. അതും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഒലിവ് ഓയിൽ, അവസാനമായിട്ട് ഒലിവ് ഓയിലും കൂടി കൊടുക്കുക 1 സ്പൂൺ. അത് മിക്സ് ചെയ്തെടുക്കുക. ഏറ്റവും അവസാനമായിട്ട് ടൂത്ത് പേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ അത് ഇപ്പോൾ ആഡ് ചെയ്യേണ്ട, നമ്മളത് സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമ്മൾ റെഡിയാക്കി വെച്ചതിന് ശേഷം ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ടബ് എടുക്കുക. അതിൽ ഇച്ചിരി ഹോട്ട് വാട്ടർ എടുക്കുക. ഹോട്ട് വാട്ടറിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിടുക കേട്ടോ, 2 സ്പൂൺ വെറുതെ ഉപ്പിടുക, ചൂടുവെള്ളത്തിൽ ഉപ്പിടുക. അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇടുക. ഓക്കെ. എന്നിട്ട് നമ്മളുടെ ഷാമ്പു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി അതിനകത്ത് കൊടുക്കുക. അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ബേക്കിംഗ് സോഡ കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ഈ കാല് നമ്മൾ കുറച്ച് സമയം അതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക, മുക്കി വയ്ക്കുക കേട്ടോ. ഒരു 5 മിനിറ്റോളം, 5 to 10 മിനിറ്റ് വരെ നമ്മൾ അതിനകത്ത് ഡിപ്പ് ചെയ്ത് വയ്ക്കുക. മുക്കി കാലൊന്ന് അതിലേക്ക് താഴ്ത്തി വയ്ക്കുക. അതിന് ശേഷം കാലൊന്ന് തുടച്ചെടുത്തതിന് ശേഷം ഇത് വെച്ചിട്ട് ഇതെല്ലാം കൂടി നമ്മളുടെ ഈ സ്ക്രബ് ഉണ്ടല്ലോ അത് കൊടുക്കുക. ആ സമയത്ത് നമ്മൾ ആ ടൂത്ത് പേസ്റ്റ് കുറച്ച് ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. ഏറ്റവും അവസാനം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കാല് ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം അത് അങ്ങനെ തന്നെ ഒരു 10 മിനിറ്റ് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. എന്നിട്ട് വാഷ് ഔട്ട് ചെയ്ത് നോക്കുക. അടിപൊളി റിസൾട്ടായിരിക്കും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റും. ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ നമുക്ക് ഇത് ചെയ്ത് വരാം. ഞാൻ ഈ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. എനിക്ക് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ വലിച്ചു നീട്ടുന്നത്, നമ്മൾ കണ്ടൻറ്റിന് വേണ്ടി വലിച്ചു നീട്ടുകയാണോ? അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ എല്ലാ വീഡിയോസിലും പറയും, എൻ്റെ ശീലം ഇങ്ങനെയാണ്. ഞാൻ ഒരു കാര്യം 10 പ്രാവശ്യം പറയും, കാരണം എനിക്ക് ഉറപ്പ് വേണം അത് മനസ്സിലായോ, ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റായിട്ട് അവർക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ എന്ന് ആദ്യം ഞാൻ ഉറപ്പ് വരുത്തുവാണ്. അതാണ് ഞാൻ അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അത് ഞാൻ എപ്പോഴും പറയാം, അത് കേൾക്കാനുള്ള സമയമൊന്നും ഇല്ലാത്തവരൊന്നും നമ്മളുടെ വീഡിയോ മുഴുവനായിട്ട് കേൾക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മളുടെ സ്കിൻ കെയർ 3 മാസത്തെ നമ്മളുടെ പ്രൊഫഷണൽ ഗൈഡൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് വേണം, സ്കിന്നിൻ്റെ പ്രശ്നങ്ങളെല്ലാം ക്ലിയർ ആവണം, 3 മാസമാണ് ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് നിങ്ങളുടെ സ്കിൻ നോക്കി കൺസൾട്ട് ചെയ്തതിന് ശേഷം സ്കിന്നിൻ്റെ പ്രശ്നം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരും. അത് നിങ്ങൾ മേടിക്കണം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ കൺസൾട്ട് ചെയ്തതിന് ശേഷം അയച്ചു തരും. എന്നിട്ട് നമ്മൾ വീഡിയോ കോൾ വഴി അതെങ്ങനെയാണ് ഉപയോഗിക്കുക എല്ലാം തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും. എല്ലാ ദിവസവും നമ്മൾ അപ്ഡേഷൻ എടുക്കും. ആദ്യം നമ്മൾ ചെയ്യുന്നത് സ്കിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം ഒരു ഹെൽത്തി സ്കിൻ കൊണ്ടുവരും. അങ്ങനെയാണ് നമ്മൾ സ്കിൻ്റെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. അങ്ങനെ സോൾവ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ലൈഫ് ടൈമിലേക്ക് നമുക്ക് പിന്നീട് നമ്മുടെ സ്കിന്നിലേക്ക് ഒരു പ്രശ്നവും വരില്ല. അല്ലാതെ 2-3 മാസത്തേക്ക് മാത്രം പെട്ടെന്ന് ആ സ്കിൻ ഓക്കെ ആവുന്നു, അല്ലെങ്കിൽ 10 ദിവസത്തേക്ക് എന്തെങ്കിലും കെമിക്കൽ കൊടുക്കുക, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. പെട്ടെന്ന് വെളുക്കാനുള്ള പ്രൊഡക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ തരത്തില്ല. ഞാൻ ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റൊട്ടീൻ നിങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ അറിയാത്തവർ, അതായത് എൻ്റെ സ്കിന്നിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ഞാൻ എന്ത് ചെയ്യണം, എന്ത് പ്രൊഡക്റ്റ് ഉപയോഗിക്കണം, എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാത്തവർക്കാണ് ഈ ഒരു ഗൈഡൻസ്. കാരണം ഒരുപാട് പേർക്ക് ഇത് അറിയില്ല. നമ്മൾ ഇതിന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ഓരോ പ്രൊഡക്റ്റും മാറി മാറി ഉപയോഗിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഏതിൽ നിന്നും ഒരു റിസൾട്ട് കിട്ടാതെ വിഷമിക്കുന്നവരൊക്കെ ഉണ്ട്. ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടിട്ടും റിസൾട്ട് ഇല്ലാത്ത ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമ്മളുടെ ഗൈഡൻസിലേക്ക് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. 3 മാസം കൊണ്ട് നിങ്ങളുടെ സ്കിന്നിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് ഒരു ഹെൽത്തി സ്കിൻ അല്ലെങ്കിൽ ഒരു ക്ലിയർ സ്കിൻ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണം. നിങ്ങളുടെ സ്കിന്നും മാറണം, ക്ലിയർ സ്കിൻ ആവണമെന്ന് ആഗ്രഹിക്കുവാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് മെസ്സേജ് ചെയ്തുകൊണ്ട്
നമ്മളുടെ ഈ ഒരു ഇതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 5,000 3 മാസത്തേക്ക് എൻ്റെ ഫീ ഉണ്ട്. അതെല്ലാം റെഡി ആണെങ്കിൽ മാത്രം നിങ്ങളിതിലേക്ക് ജോയിൻ ചെയ്യുക. കാരണം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലൈഫ് ടൈമിലേക്ക് നിങ്ങളുടെ സ്കിന്നിനെ കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ആ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. ഞാൻ ചെയ്യിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു തരുന്ന പ്രൊഡക്റ്റ് എല്ലാം തന്നെ അങ്ങനെ ആയിരിക്കും. അത്രയും ക്വാളിറ്റിയിലും ഒരു പ്രശ്നവും സ്കിന്നിന് വരാത്ത രീതിയിലൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു സ്ക്രബ് ആൻഡ് പാക്ക് ഭയങ്കര റിസൾട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും റിസൾട്ടായിരിക്കും. ചെയ്തിട്ട് എന്നെ അറിയിക്കണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഓക്കെ, അത് മറന്നു പോകരുത്. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റ് ചെയ്താൽ ഒരുപാട് പേരുടെ കമൻസൊക്കെ ഉണ്ട്. ചില കമൻസ് ഞാൻ മനഃപൂർവ്വം അല്ല, ചിലതിന് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ഒറ്റ വാക്കിൽ റിപ്ലൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒന്നും തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ എന്തിനത്ര മടി, ലൈക്ക് ചെയ്തോളൂ. അതുപോലെ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കാണാം. ഓക്കെ, ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റട്ടെ. കാരണം ഞാൻ പറഞ്ഞു തന്നിട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് റിസൾട്ടാണെന്ന് കേൾക്കുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ പേഴ്സണൽ ഗൈഡൻസിൽ വന്നിട്ട് വിത്തിൻ ഒരു 3 to 4 days കഴിയുമ്പോൾ തന്നെ അവരുടെ സ്കിൻ ടെക്സ്ചർ മാറുന്നത് കണ്ടിട്ട് അവരുടെ ആ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് കമൻറ്റ് ചെയ്ത് അറിയിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒത്തിരി നന്ദി. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ സ്കിൻ്റെ ടെക്സ്ചർ എല്ലാം മാറി ക്ലിയർ സ്കിൻ കിട്ടണം, പ്രോപ്പറായിട്ടുള്ള ഒരു സ്കിൻ കെയർ അറിയണം, സ്കിൻ കെയർ പ്രൊഡക്റ്റ് അറിയണം എന്നൊക്കെ ആഗ്രഹിക്കുവാണെങ്കിൽ ഇനി ഒട്ടും വൈകേണ്ട. കമൻറ്റ് ബോക്സിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്. വാട്സപ്പിൽ മാത്രം മെസ്സേജ് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച്. ഓക്കെ.